ഹായ്, ഇതൊരു കപ്പയ്ക്കയാണ്. എൻ്റെ വീട്ടിലുള്ള കപ്പയ്ക്കയാണ്. ഇത് പഴുത്ത കപ്പയ്ക്കയാണ്. കുറച്ചേ പഴുത്തുള്ളൂ. എങ്കിലും ഞാൻ അടത്ത് ഇത് അണ്ണാന കാക്കയ വല്ലതും എടുത്ത് കഴിക്കണമെങ്കിൽ അതുകൊണ്ട് അടത്ത് അതൊരു കപ്പയ്ക്ക. ഈ കപ്പയ്ക്ക പച്ച കപ്പയ്ക്കയാണ്. ഇത് ഞാൻ തീയൽ വയ്ക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ കപ്പയ്ക്കയും പച്ച കപ്പയ്ക്കയാണ്. അത് തോരൻ വയ്ക്കാൻ വേണ്ടി നാളത്തേക്ക് വേണ്ടി അടത്തതാണ്. അങ്ങനെ 3 കപ്പയ്ക്കാണ് ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് അടത്ത് വച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഒരു വളവും ഇടാതെ കൃഷി ചെയ്തതാണ്. ഉണ്ട്, എത്ര മനോഹരമായിട്ടാണ് ഈ കപ്പയ്ക്കകൾ ഇരിക്കുന്നത്. ഇത് കപ്പയ്ക്ക ഒരുപാട് വിറ്റാമിൻസ് ഉള്ള ഒരു സാധനമാണ്. നമ്മളെ കണ്ണിന് കാഴ്ചയൊക്കെ കിട്ടാൻ വേണ്ടി കപ്പയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. കപ്പയ്ക്ക തീയൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അത് കപ്പയ്ക്ക തീയലുണ്ടെങ്കിൽ വേറെ ഒരു കറിയും ഇല്ലാതെ നമുക്ക് ചോറുണ്ണാൻ കഴിയും. ഇത് കപ്പയ്ക്ക തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതും അങ്ങനെ തന്നെ, തോരനും അങ്ങനെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഞാൻ 2 രീതിയിൽ തോരൻ വയ്ക്കും. ഒന്ന് ചെറുതായിട്ട് നമ്മൾ തോരൻ അരിയും പോലെ അരിഞ്ഞും തോരൻ വയ്ക്കും, അല്ലാതെ ചിരവ വെച്ച് തേങ്ങ ചിരവും പോലെ ചിരവിയെടുത്തും തോരൻ വയ്ക്കും. 2 രീതിയിലും തോരൻ വയ്ക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആഹാരമാണ്. വിറ്റാമിൻ സി ഒക്കെ നല്ലവണ്ണമുള്ള വിറ്റാമിൻ ജീവകങ്ങൾ, പല ജീവകങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് ഈ കപ്പയ്ക്ക. എല്ലാവരും കപ്പയ്ക്ക കഴിക്കും. പല രോഗത്തിനും കപ്പയ്ക്ക നല്ലതാണ്. കപ്പയ്ക്ക കഴിക്കുന്നത് കൊണ്ട് പ്രതിരോധശേഷി കൂട്ടാനും കപ്പയ്ക്ക കഴിക്കുന്നത് കൊണ്ട് സാധിക്കും. വളരെയധികം നല്ല ഒരു ഫ്രൂട്ടാണ് കപ്പയ്ക്ക. കൊച്ചു പിള്ളേർക്കൊക്കെ കപ്പയ്ക്ക കൊടുക്കുന്നത് കണ്ണിന് കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നല്ല ഒരു ഫ്രൂട്ടാണ്. ഇത് നല്ല മധുരമുള്ള കപ്പയ്ക്കയാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല സൂപ്പർ കപ്പയ്ക്കയാണിത്. നല്ല ടേസ്റ്റിയാണിത്. നല്ല മധുരമുള്ളൊരു കപ്പയ്ക്കയാണ്. ഇതുപോലെ നിങ്ങൾക്കും ചില സ്ഥലത്ത് കപ്പയ്ക്ക എന്നല്ല പറയുന്നത്, കപ്പളങ്ങ എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ഞങ്ങൾ ഇവിടെയുള്ളവരൊക്കെ കപ്പയ്ക്ക എന്നാണ് പറയുന്നത്. പിന്നെ പപ്പായ എന്നും പറയും. 2 രീതിയിൽ നമുക്ക് പറയാം. ഇതിൻ്റെ 2 രീതിയിലുള്ള പേരുണ്ട്. പപ്പായ എന്നുണ്ട്, കപ്പയ്ക്ക എന്നും പേരുണ്ട്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. നല്ല നമുക്ക് ടേസ്റ്റി ആയിട്ട് നമുക്ക് കറി വയ്ക്കാം. ഏത് രീതിയിൽ വേണോ, പച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം കപ്പയ്ക്ക. അതേപോലെ ചില ആൾക്കാർക്ക് കൗണ്ട് കുറഞ്ഞു പോയാൽ കപ്പയ്ക്ക തിളപ്പിച്ച് കുടിക്കും, കൗണ്ട് കൂട്ടാൻ വേണ്ടി. അതും നല്ല ഒരു ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കപ്പയ്ക്ക ഉടച്ച് കറി വയ്ക്കും, തോരൻ വയ്ക്കും, തീയൽ വയ്ക്കും. ഒരുപാട് കറികൾ കപ്പയ്ക്ക കൊണ്ട് വയ്ക്കും.